ഡൈനാമൈറ്റിന്റെ ഉത്ഭവം 1847 ഇറ്റാലിയൻ രസതന്ത്രജ്ഞനായ അസ്കാനിയോ സോബ്രോ നൈട്രിക് ആസിഡും ഗ്ലിസറോളും ഉപയോഗിച്ച് പരീക്ഷണം നടത്തുന്നതിനിടയിൽ നൈട്രോഗ്ലിസറിൻ കണ്ടെത്തിയതിലേക്ക് കടന്നുപോകുന്നു. ഏറ്റവും ചെറിയ താളത്തിലുള്ള ഇടപെടലുകളാൽ പോലും അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതിനാൽ സോബ്രോ തന്റെ കണ്ടുപിടുത്തത്തിന്റെ അപകടകരമായ സ്വഭാവത്താൽ ഭയപ്പെട്ടു. അതിനെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ വളരെയധികം അപകടകരമാണെന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം അതിന്റെ ഉപയോഗത്തിനെതിരെ ശക്തമായി മുന്നറിയിപ്പ് നൽകി. എന്നിരുന്നാലും അത്തരമൊരു സ്ഫോടക വസ്തുവിന്റെ സാധ്യതകൾ അവഗണിക്കാനാവില്ല. സോബ്രോയുടെ നൈട്രോഗ്ലിസറിൻ അക്കാലത്തെ പ്രബലമായ സ്ഫോടകവസ്തുവായ ഗൺപൗഡറിനേക്കാൾ വളരെ ശക്തമായിരുന്നു. നിർമ്മാണം, ഖനനം, യുദ്ധം എന്നിവയ്ക്കുള്ള അതിന്റെ പ്രാധാന്യം ശാസ്ത്രജ്ഞർ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. എന്നിരുന്നാലും അതിനെ സ്ഥിരതാപനം ചെയ്യുന്നതിനുള്ള മാർഗമില്ലാതെ നൈട്രോഗ്ലിസറിൻ ഒരു ടിക്കിംഗ് ടൈം ബോംബായി തുടർന്നു. ആൽഫ്രഡ് നോബൽ, ഡൈനാമൈറ്റിന് പിന്നിലെ മനുഷ്യൻ. 1833 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ ജനിച്ച ആൽഫ്രഡ് നോബൽ എഞ്ചിനീയർമാരും കണ്ടുപിടുത്തക്കാരും ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നത്. അദ്ദേഹത്തിന്റെ പിതാവായ ഇമ്മാനുവൽ നോബൽ ഒരു എഞ്ചിനീയറും ആയുധ നിർമ്മാതാവുമായിരുന്നു. 1837 കുടുംബത്തെ റഷ്യയിലേക്ക് മാറ്റി. ആൽഫ്രഡ് ചെറുപ്പം മുതൽ ശാസ്ത്രത്തിലും സാഹിത്യത്തിലും താൽപര്യം കാണിച്ചു. പാരീസിൽ രസതന്ത്രം പഠിച്ചു. തിയോഫൈൽ ജൂൾസ് പെലൂസ് പോലുള്ള പ്രമുഖ ശാസ്ത്രജ്ഞർക്ക് കീഴിൽ പ്രവർത്തിച്ചു. 1859 അദ്ദേഹത്തിന്റെ പിതാവിന്റെ ബിസിനസ് പരാജയപ്പെട്ടതിനെ തുടർന്ന് ആൽഫ്രഡ് സ്വീഡനിലേക്ക് മടങ്ങിവന്ന നൈട്രോഗ്ലിസറിനുമായി പരീക്ഷണം ആരംഭിച്ചു. നൈട്രോഗ്ലിസറിന്റെ സാധ്യതകളിൽ ആൽഫ്രഡ് മുഴുകിയിരുന്നു. പക്ഷേ അതിന്റെ അപകടങ്ങളെക്കുറിച്ച് വളരെയധികം അവബോധമുണ്ടായിരുന്നു. ഖനനം, റെയിൽവേ തുടങ്ങിയ വ്യവസായങ്ങൾക്കായി പ്രത്യേകിച്ച് ദൈനംദിന ഉപയോഗത്തിനായി അതിനെ സുരക്ഷിതമാക്കുന്നതിനുള്ള മാർഗം കണ്ടെത്താൻ അദ്ദേഹം ആഗ്രഹിച്ചു. ആദ്യകാല പരീക്ഷണങ്ങളും ദുരന്തവും. നൈട്രോഗ്ലിസറിനുമായുള്ള ആൽഫ്രഡിന്റെ പ്രാരംഭ പരീക്ഷണങ്ങൾ പ്രാഥമിക ലബോറട്ടറികളിൽ നടത്തി. 1863 നൈട്രോഗ്ലിസറിനെ കൂടുതൽ വിശ്വസനീയമായി ജ്വലിപ്പിക്കുന്നതിന് ബ്ലാക്ക് പൗഡർ നിറച്ച ഒരു തടി പ്ലഗ് ഉപയോഗിച്ച് ഒരു ഡിറ്റോണേറ്റർ അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. ഇത് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ തുടക്കത്തെ അടയാളപ്പെടുത്തി. പക്ഷേ സുരക്ഷ ഒരു പ്രധാന ആശങ്കയായി തുടർന്നു. 1864 സ്റ്റോക്ക്ഹോമിലെ നോബലിന്റെ ഫാക്ടറി പൊട്ടിത്തെറിച്ചപ്പോൾ ദുരന്തം സംഭവിച്ചു. ഞെട്ടിക്കുന്ന സ്ഫോടനത്തിൽ നിരവധി തൊഴിലാളികൾ കൊല്ലപ്പെട്ടു, അവരുടെ ഇളയ സഹോദരനായ എമിലും ഉൾപ്പെടെ. ഈ വ്യക്തിപരമായ നഷ്ടം നോബലിനെ വളരെയധികം ബാധിച്ചു. എന്നാൽ നൈട്രോഗ്ലിസറിൻ കൈകാര്യം ചെയ്യുന്നതിനുള്ള സുരക്ഷിതമായ മാർഗം കണ്ടെത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തി. ഭാവിയിലെ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ നോബൽ തന്റെ പരീക്ഷണങ്ങൾ കൂടുതൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് മാറ്റി. അദ്ദേഹം നിർമ്മാതാക്കളുമായി സഹകരിക്കാൻ തുടങ്ങി. മറ്റ് രാജ്യങ്ങളിലേക്ക് തന്റെ പ്രവർത്തനങ്ങൾ വികസിപ്പിച്ചു. ഡൈനാമൈറ്റിന്റെ കണ്ടുപിടുത്തം. 1867 നൈട്രോഗ്ലിസറിനെ ഡയാറ്റോമേഷ്യസ് ഭൂമിയുമായി കലർത്തി സ്ഥിരതാപനം ചെയ്യാമെന്ന് കണ്ടെത്തിയപ്പോൾ നോബലിന് മുന്നേറ്റമുണ്ടായി. ഫോസിലൈസ്ഡ് ആൽഗകളാൽ നിർമ്മിതമായ ഒരു മൃദുവായ, ആഗിരണം ചെയ്യുന്ന വസ്തു. ഈ മിശ്രിതം അസ്ഥിര ദ്രാവകത്തെ കൂടുതൽ കുറവ് ഞെട്ടലിന് സംവേദനശീലമായ ഒരു മാറാവുന്ന, കരാർത്തമായ പേസ്റ്റായി മാറ്റി. നോബൽ ഈ പുതിയ വസ്തുവിന് ഡൈനാമൈറ്റ് എന്ന് പേരിട്ടു. ഗ്രീക്ക് വാക്കായ ഡൈനാമിസ് എന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞത് അർത്ഥം ശക്തി. ഡൈനാമൈറ്റിന്റെ കണ്ടുപിടുത്തം. 1867 നൈട്രോഗ്ലിസറിനെ ഡയാറ്റോമേഷ്യസ് ഭൂമിയുമായി കലർത്തി സ്ഥിരതാപനം ചെയ്യാമെന്ന് കണ്ടെത്തിയപ്പോൾ നോബലിന് മുന്നേറ്റമുണ്ടായി. ഫോസിലൈസ്ഡ് ആൽഗകളാൽ നിർമ്മിതമായ ഒരു മൃദുവായ, ആഗിരണം ചെയ്യുന്ന വസ്തു. ഈ മിശ്രിതം അസ്ഥിര ദ്രാവകത്തെ കൂടുതൽ കുറവ് ഞെട്ടലിന് സംവേദനശീലമായ ഒരു മാറാവുന്ന, കരാർത്തമായ പേസ്റ്റായി മാറ്റി. നോബൽ ഈ പുതിയ വസ്തുവിന് ഡൈനാമൈറ്റ് എന്ന് പേരിട്ടു. ഗ്രീക്ക് വാക്കായ ഡൈനാമിസ് എന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞത് അർത്ഥം ശക്തി. ഡൈനാമൈറ്റ് പലകകളാക്കി രൂപപ്പെടുത്താൻ കഴിയും. അത് വാൻ ചുയേൻ ചെയ്യുന്നതും കൈകാര്യം ചെയ്യുന്നതും എളുപ്പമാക്കുന്നു. നോബൽ അതേ വർഷം തന്നെ തന്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് നേടി. സ്ഫോടക വസ്തു വ്യവസായത്തെ വിപ്ലവീകരിച്ച മനുഷ്യനായി ചരിത്രത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു. ഖനനം, നിർമ്മാണം, പിന്നീട് സൈനിക ആപ്ലിക്കേഷനുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്നതിന് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം ലോകമെമ്പാടും വേഗത്തിൽ അംഗീകരിക്കപ്പെട്ടു. ഡൈനാമൈറ്റിന്റെ ആഗോള സ്വാധീനം. ഡൈനാമൈറ്റിന്റെ അവതരണം വ്യവസായങ്ങളെ പരിവർത്തനം ചെയ്തു. ഖനനത്തിൽ ഇത് തൊഴിലാളികൾക്ക് അഭൂതപൂർവമായ കാര്യക്ഷമതയോടെ പാറയിലൂടെ പൊട്ടിത്തെറിക്കാൻ അനുവദിച്ചു. കൽക്കരി, സ്വർണം, മറ്റ് വിലയേറിയ വിഭവങ്ങൾ വേർതിരിച്ചെടുക്കുന്നത് എളുപ്പമാക്കി. റെയിൽവേ, ടണലുകൾ, കനാലുകൾ എന്നിവയുടെ നിർമ്മാണം വേഗത്തിലും കൂടുതൽ ചെലവ് കുറഞ്ഞതുമായി. ഹൂവർ ഡാം, പനാമ കനാൽ തുടങ്ങിയ പ്രശസ്തമായ പദ്ധതികൾ ഡൈനാമൈറ്റിൽ വളരെയധികം ആശ്രയിച്ചിരുന്നു. എന്നിരുന്നാലും ഡൈനാമൈറ്റിന്റെ വ്യാപകമായ അംഗീകാരം പുതിയ വെല്ലുവിളികളും കൊണ്ടുവന്നു. യുദ്ധത്തിൽ അതിന്റെ ഉപയോഗം ഭീകരമായ അനന്തരഫലങ്ങൾക്ക് കാരണമായി. അതിൽ ആർട്ടിലറി ഷെല്ലുകളിലും മറ്റ് ആയുധങ്ങളിലും അതിന്റെ പങ്ക് ഉൾപ്പെടുന്നു. ഈ വികാസങ്ങളാൽ നോബൽ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. തന്റെ കണ്ടുപിടുത്തത്തിന്റെ വിനാശകരമായ ശക്തിയെക്കുറിച്ച് ഖേദം പ്രകടിപ്പിച്ചു. നോബൽ സാമ്രാജ്യം വികസിപ്പിക്കുന്നു. നോബൽ തന്റെ ഡൈനാമൈറ്റ് വരുമാനം ഉപയോഗിച്ച് തന്റെ ബിസിനസ് സാമ്രാജ്യം വികസിപ്പിച്ചു. 20-ലധികം രാജ്യങ്ങളിൽ ഫാക്ടറികളും ലബോറട്ടറികളും സ്ഥാപിച്ചു. 1896 അദ്ദേഹം മരിക്കുമ്പോഴേക്കും സ്ഫോടകവസ്തുക്കൾ മുതൽ സിന്തറ്റിക് വസ്തുക്കൾ വരെ വിവിധ കണ്ടുപിടുത്തങ്ങൾക്ക് 355 പേറ്റന്റുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു.
അദ്ദേഹത്തിന്റെ സാമ്പത്തിക വിജയമുണ്ടായിരുന്നിട്ടും നോബൽ ഒറ്റപ്പെട്ട ജീവിതം നയിച്ചു. അദ്ദേഹം ഒരിക്കലും വിവാഹം കഴിച്ചില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ പലപ്പോഴും വഷളായിരുന്നു. ഒരു ഫ്രഞ്ച് പത്രം തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തിന് ഒരു അനുശോചനം പ്രസിദ്ധീകരിച്ചതിനുശേഷം, വിനാശത്തിൽ നിന്ന് ലാഭമുണ്ടാക്കിയ ഒരു മനുഷ്യനെന്ന് വിളിച്ചതിനുശേഷം, മരണവ്യാപാരി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഖ്യാതി അദ്ദേഹത്തെ വളരെയധികം ബാധിച്ചു. നോബൽ സമ്മാനങ്ങൾ, സമാധാനത്തിന്റെ ഒരു പൈതൃകം. തന്റെ വിമർശകർക്കും സ്വന്തം നൈതിക പോരാട്ടങ്ങൾക്കും പ്രതികരണമായി നോബൽ ശാശ്വതമായ സമാധാന പൈതൃകം അവശേഷിപ്പിക്കാൻ തീരുമാനിച്ചു. തന്റെയിൽ ഭൗതികശാസ്ത്രം, രസതന്ത്രം, വൈദ്യശാസ്ത്രം, സാഹിത്യം, സമാധാനം തുടങ്ങിയ മേഖലകളിലെ നേട്ടങ്ങൾക്ക് പുരസ്കാരം നൽകുന്നതിന് തന്റെ ഭൂരിഭാഗം ഭാഗ്യവും അദ്ദേഹം അനുവദിച്ചു. 1901 ആദ്യത്തെ നോബൽ സമ്മാനങ്ങൾ നൽകി. അവ ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ ബഹുമതികളിൽ ഒന്നായി തുടരുന്നു. പ്രത്യേകിച്ച് സമാധാനത്തിനുള്ള സമ്മാനം, തന്റെ കണ്ടുപിടുത്തങ്ങൾ കാരണമുണ്ടായ ദോഷത്തെ ന്യായീകരിക്കാൻ ഉള്ള നോബലിന്റെ ആഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുന്നു. കുത്ത്, നൈതിക ചോദ്യങ്ങളും ആധുനിക പ്രതിഫലനങ്ങളും. ഡൈനാമൈറ്റിന്റെ കഥ സാങ്കേതികവിദ്യയുടെ ഇരട്ട ഉപയോഗ സ്വഭാവത്തെക്കുറിച്ചുള്ള സങ്കീർണമായ നൈതിക ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഡൈനാമൈറ്റ് വ്യവസായങ്ങളെ വിപ്ലവവൽക്കരിച്ചതും മനുഷ്യ പുരോഗതിക്ക് സംഭാവന നൽകിയതുമാണെങ്കിലും യുദ്ധത്തിൽ അഭൂതപൂർവമായ നാശം സാധ്യമാക്കുകയും ചെയ്തു. നോബലിന്റെ ജീവിതം നവീകരണത്തിലും ഉത്തരവാദിത്തത്തിലും നൈതിക ഉത്തരവാദിത്തത്തിന്റെ പ്രാധാന്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇന്ന് ഹൃദ്രോഗ മരുന്നുകളിലെ പ്രധാന ഘടകമായി നൈട്രോഗ്ലിസറിൻ ഇപ്പോഴും വിവിധ രൂപങ്ങളിൽ ഉപയോഗിക്കുന്നു. ANFO, അമോണിയം നൈട്രേറ്റ്, ഇന്ധന എണ്ണ പോലുള്ള സുരക്ഷിത സ്ഫോടകവസ്തുക്കൾ ഡൈനാമൈറ്റിനെ വലിയ തോതിൽ മാറ്റിസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ പൈതൃകം നിലനിൽക്കുന്നു. തീരുമാനം, പരസ്പരവിരുദ്ധമായ ഒരു മനുഷ്യൻ. ആൽഫ്രഡ് നോബൽ പരസ്പരവിരുദ്ധമായ ഒരു മനുഷ്യനായിരുന്നു. ഒരു ശാസ്ത്രജ്ഞനും ഒരു ബിസിനസ്സുകാരനും, ഒരു ശാന്തിപ്രേമിയും ഒരു സ്ഫോടകവസ്തു വ്യാപാരിയും. അദ്ദേഹത്തിന്റെ ഡൈനാമൈറ്റിന്റെ കണ്ടുപിടുത്തം ലോകത്തെ മാറ്റിമറിച്ചു, നല്ലതിനും ചീത്തയ്ക്കും വേണ്ടി. എന്നിരുന്നാലും നോബൽ സമ്മാനങ്ങൾ സ്ഥാപിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ഡൈനാമൈറ്റിന് മാത്രമല്ല, മനുഷ്യരാശിക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾക്കും വേണ്ടി അദ്ദേഹത്തിന്റെ പേര് ഓർമ്മിക്കപ്പെടുമെന്ന് ഉറപ്പുവരുത്തി. ഡൈനാമൈറ്റിന്റെ കഥ മനുഷ്യബുദ്ധിയുടെ ശക്തിക്കും ശാസ്ത്രത്തിലും നവീകരണത്തിലും നൈതിക ഉത്തരവാദിത്തത്തിന്റെ പ്രാധാന്യത്തിനും ഒരു തെളിവാണ്.